ഈ നവരാത്രി ആഘോഷവും അല്ലെങ്കിൽ തിരുവോണവും ആയാലും ഇതെല്ലാം പൂരോത്സവങ്ങളുണ്ട്. ഇതെല്ലാം ഈ ഗ്രഹങ്ങളും രാശികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഉറപ്പായും നവരാത്രിക്കും ജ്യോതിശാസ്ത്രത്തിനും അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് ഉള്ളത്. ചിങ്ങമാസത്തിലെ തിരുവോണം നമ്മളെല്ലാവരും ഏറ്റവും വലിയൊരു ഉത്സവമായിട്ട് ആഘോഷിച്ചു. ഇനി നമുക്ക് വരാനിരിക്കുന്നത് ഒരു നവരാത്രി എന്ന് പറഞ്ഞൊരു ഉത്സവമാണ്. അപ്പം ജ്യോതിഷവുമായിട്ട് ഈ നവരാത്രിക്ക് ബന്ധം എത്രത്തോളം ഉണ്ട്? ജ്യോതിഷ പണ്ഡിതയും അധ്യാപികയുമായ ശാരദ അന്തർജനം മാഡം, നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷം. ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം. ജ്യോതിശാസ്ത്രവും നവരാത്രി ആയിട്ടുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് പറയുമ്പോൾ നമ്മുടെ ഭാരതീയമായിട്ടുള്ള പരമ്പരാഗതമായ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും ഒക്കെ ഈ ജ്യോതിശാസ്ത്രവുമായിട്ട് ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, സൂര്യൻ ഇവരൊക്കെയുമായിട്ട് കൃത്യമായ ബന്ധത്തിലാണ്. ആ ബന്ധത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിൻബലത്തിലാണ് ഈ പറഞ്ഞ എല്ലാ സംഗതികളും നമുക്കുള്ളത്. നമ്മുടെ ഭാരതത്തിൻ്റെ അന്തഃസത്ത എന്ന് പറയുന്നത് വേദങ്ങളാണ്, അല്ലേ? വേദം എന്നുള്ള പദം തന്നെ വിത് ധാതുവിൽ നിന്നും ജ്ഞാനാർത്ഥകമാണ് ഈ വിത് ധാതു. അപ്പോൾ വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ വേദങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു ജനറേഷനിലേക്കൊക്കെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരിക മന്ത്രങ്ങൾ എന്നാണ്. നമ്മൾ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്ന മന്ത്രങ്ങൾ, അതല്ലാതെ തന്നെ ഇപ്പോൾ ഗാർഹികമായിട്ടുള്ള പല കാര്യങ്ങളും വൈദികവും ലൗകികവുമായിട്ടുള്ള പല സംഗതികൾക്കും ഈ മന്ത്രോച്ചാരണമുണ്ട്. ഈ മന്ത്രങ്ങളാണ് വേദത്തിൻ്റെ ഒരു ഭാഷ എന്നുള്ളത്. അല്ലെങ്കിൽ വേദത്തിൽ പറയുന്നത് മുഴുവനും നമുക്കൊന്നും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളാണ്. അതൊക്കെ ഈ പൂജകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്നാണ് പൊതുവിലുള്ള ഒരു ധാരണ. സത്യത്തിൽ വേദങ്ങൾ ഓരോ ഗ്രന്ഥങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ സംഗതികൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ടാകും, അതിൻ്റെ ഒരു ശൈലിയും ഉണ്ടാകും, ഇല്ലേ? അപ്പോൾ വേദത്തിൻ്റെ ഭാഷ ശൈലിയുമാണ് മന്ത്രങ്ങൾ. മന്ത്രരൂപത്തിലാണ് അവ രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ മന്ത്രരൂപത്തിൽ രചനയൊക്കെ പിന്നീടാണ് വന്നത്. മന്ത്രരൂപത്തിലാണ് ഇത് ഉപദേശിക്കപ്പെട്ടിരുന്നത്. തലമുറകളിലേക്ക് കൈമാറി ഗുരുക്കന്മാർ ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുത്തിരുന്നത് ഈ മന്ത്രരൂപത്തിലാണ്. മന്ത്രരൂപത്തിലായിട്ടുള്ള അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു 4 പേജ് 5 പേജ് അല്ലെങ്കിൽ 10 പേജുള്ള ഒരു ലേഖനം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സെൻറ്റൻസുകളും നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല. അതേസമയം മന്ത്രരൂപത്തിലാണെങ്കിൽ അത് ഏറ്റവും ചുരുക്കിയും വളരെ അർത്ഥവത്തായ രീതിയിലും ഓർമ്മിക്കാൻ പാകത്തിനും ആണ് ഈ മന്ത്രങ്ങൾ ഉണ്ടാവുക. എളുപ്പമുണ്ട്, പഠിക്കുവാനും ഓർമ്മിക്കുവാനും എളുപ്പമുണ്ട്. ഭാഷ സംസ്കൃതമാണ് എന്നുള്ളതാണ്. സംസ്കൃതം ഭാഷ ആദ്യം പഠിച്ചിട്ട് ഈ മന്ത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഒരിക്കലും മറക്കില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ബുദ്ധിയെ അതിങ്ങനെ എപ്പോഴും ഉന്മേഷമുള്ളതാക്കി നിലനിർത്തും. ഇപ്പോൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന ആളുകൾ, മന്ത്രങ്ങൾ പഠിച്ച് സ്ഥിരമായിട്ട് ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് 80 വയസ്സായാലും 90 വയസ്സായാലും അവരുടെ ഓർമ്മയ്ക്കോ ബുദ്ധിക്കോ ഒന്നും യാതൊരു തകരാറുണ്ടാവില്ല. അപ്പോൾ നമ്മളിത് പറഞ്ഞു വന്നപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. മന്ത്രരൂപത്തിലാണ് വേദങ്ങൾ ഉള്ളത്, നിലവിലുള്ളത്. അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പം ഗ്രന്ഥരൂപത്തിലാണുള്ളത്. മന്ത്രരൂപത്തിലാണ് വേദങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നത്, അടുത്ത തലമുറകളിലേക്ക് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഈ വേദങ്ങളുടെ പരാമർശ വിഷയങ്ങളെല്ലാം തന്നെ വേദങ്ങളാണ് നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളുടെയും ആധാരമായിട്ട് പ്രവർത്തിക്കുന്നത്. അതിനകത്തില്ലാത്ത ഒരു ശാസ്ത്രവും ഇല്ല, ലോകത്തെങ്ങുമില്ല എന്നാണ്. അപ്പോൾ ഈ മനുഷ്യ സമൂഹത്തിന് ഏറ്റവും സുഖകരമായ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാം
ഇതാണ് വേദങ്ങളുടെയൊക്കെ പരാമർശ വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ ഭാരതീയമായിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും പ്രവർത്തിക്കുന്നതും ഇതിനു വേണ്ടി തന്നെയാണ്. എങ്ങനെ മനുഷ്യർക്ക് ഏറ്റവും സമാധാനപരമായിട്ട് സുഖകരമായിട്ട് ശാന്തതയോടുകൂടി മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈ ഒരു രൂപശരീരത്തിനകത്തുള്ളതല്ല. മനുഷ്യൻ ഇടപെടുന്ന എല്ലാ സസ്യങ്ങളായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും ഉരകങ്ങളായാലും ഇതെല്ലാം ഉൾപ്പെടുന്നതല്ലേ മനുഷ്യൻ. അതെ. അപ്പോൾ ഇവയുടെ എല്ലാത്തിൻ്റെയും അങ്ങനെയാണ് മൊത്തത്തിലുള്ള ഒരു ഭൂമിയുടെ മനുഷ്യൻ്റെ ഒക്കെ സുഖകരമായിട്ടുള്ള മുന്നോട്ട് എങ്ങനെ ഇതിനെ നയിക്കാം എന്നുള്ളതാണ് വേദങ്ങളിൽ പരാമർശിക്കുന്നത്. ജ്യോതിശാസ്ത്രവും വേദത്തിൻ്റെ ഭാഗമാണ്. വേദത്തിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരംഗമാണ് ജ്യോതിശാസ്ത്രം. വേദങ്ങൾക്ക് 6 അംഗങ്ങളാണുള്ളത്. അപ്പോൾ ഈ 6 അംഗങ്ങളും ആദ്യം അഭ്യസിച്ചിട്ട് വേണം വേദങ്ങൾ അഭ്യസിക്കാൻ എന്നാണ് പറയുക. അപ്പോൾ വേദങ്ങളുടെ കണ്ണുകൾ ആണ്. അപ്പോൾ കണ്ണുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ടൊരു സംഗതിയെ നമുക്ക് മനസ്സിലാക്കാൻ കാണുക എന്നുള്ളതാണ്. കണ്ടതിന് ശേഷമാണ് അതിൻ്റെ ബാക്കിയുള്ള ഒരു ഭക്ഷണം നമുക്ക് ആദ്യം കണ്ണിന് തൃപ്തി വന്നാലല്ലേ അത് ഒന്ന് കഴിച്ചു നോക്കാമെന്ന് നമുക്ക് തോന്നുള്ളൂ. അതേപോലെ തന്നെ അതാ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം അങ്ങനെയാണ്. അപ്പോൾ കാഴ്ച എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റ് അംഗങ്ങളെക്കാളും. അപ്പോൾ ജ്യോതിശാസ്ത്രവും ബാക്കി ഈ പറയുന്ന വേദാംഗങ്ങളെല്ലാം അഭ്യസിച്ചിട്ട് വേണം വേദങ്ങൾ അഭ്യസിക്കുവാൻ. അപ്പോഴാണ് ആ വേദങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ജ്യോതിശാസ്ത്രവും മനുഷ്യ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി തന്നെയാണ് അല്ലെ. വേദങ്ങൾ അതിനാണ് എന്ന് പറയുമ്പോൾ പിന്നെ സംശയിക്കാനില്ല. ജ്യോതിശാസ്ത്രം അതിനു വേണ്ടി തന്നെയാണ്. അത് എൻ്റെ മാത്രം ഉയർച്ചയ്ക്ക് എന്നല്ല, എൻ്റെ മാത്രം ഉയർച്ച എന്ന് ലക്ഷ്യമാക്കി ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് ചുറ്റുമുള്ള പലർക്കും അത് ബുദ്ധിമുട്ടായേക്കാം. അതും പാടില്ല. മൊത്തത്തിലുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. ഇതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഇന്ന് അനുഷ്ഠിക്കുന്നതായിട്ടുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും ഇതേ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് അല്ലേ. സമൂഹത്തിൻ്റെ ഒരു ഐക്യത്തിനും സന്തോഷത്തിനും പരമ്പരാഗതമായിട്ടുള്ള പലതിനെയും കൈമാറാനും ഒക്കെ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന ഈ നവരാത്രി ആഘോഷവും അല്ലെങ്കിൽ തിരുവോണവും ആയാലും ഇതെല്ലാം പൂരോത്സവങ്ങളുണ്ട്. ഇതെല്ലാം ഈ ഗ്രഹങ്ങളും രാശികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഉറപ്പായും നവരാത്രിക്കും ജ്യോതിശാസ്ത്രത്തിനും അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് പറയുമ്പോൾ ജ്യോതിശാസ്ത്രത്തിൻ്റെ കുറച്ച് ഒരു അടിസ്ഥാന ഭാഗങ്ങളിലേക്കും കൂടി നമ്മളിപ്പോൾ ഈ നവരാത്രിയിൽ നിന്ന് വേദത്തിലേക്ക് പോയതുപോലെ ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഭാഗത്തിലേക്ക് കടക്കേണ്ടി വരും. അപ്പോൾ 12 രാശികളും 9 ഗ്രഹങ്ങളും അതുപോലെ തന്നെ വേറെ ചില രാഹുകേതുക്കൾ ഇവയൊക്കെ ചേർന്ന് ഗുളികൻ ഇതൊക്കെ ചേർന്നിട്ടാണ് ജ്യോതിശാസ്ത്രം പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങളെ എല്ലാവരെയും ഓരോരുത്തർക്കും പല പല കാരകത്വം നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. മനുഷ്യരിൽ എല്ലാവർക്കും ഒരേ ഭാവമോ ഒരേ സ്വഭാവമോ ഒരേ സ്ഥാനമോ ഒന്നും അല്ലല്ലോ അല്ലേ. ഒരു സമൂഹത്തെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പിന്നെ ഉന്നത സ്ഥാനീയരുണ്ട്, അവരുടെ പരിചാരകരുണ്ടാകാം, അതുപോലെ തന്നെ ചെറുപ്പക്കാരുണ്ടാകാം, പ്രായം ചെന്ന ആളുകളുണ്ടാകാം അല്ലേ. ഇതേപോലെ ഗ്രഹങ്ങൾക്കുമുണ്ട്. ഗ്രഹങ്ങളിലേക്കും നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞതെല്ലാം ഗ്രഹങ്ങളിലേക്കും കൽപ്പിക്കുന്നുണ്ട്. അതിൽ ഉഗ്ര സ്വഭാവങ്ങളുള്ളതുണ്ട്, ശാന്ത സ്വഭാവമുള്ളവരുണ്ട്, നല്ല വിദ്യാഭ്യാസം നേടുന്ന മനുഷ്യരുണ്ട് അല്ലേ. അങ്ങനെ ഒരു അക്കാഡമിക് ആയിട്ടുള്ള തലത്തിലുള്ള വലിയ വിദ്യാഭ്യാസം നേടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി മോശക്കാരനേ ആകുന്നില്ല. അയാൾ അത്യധ്വാനിയാവാം. അല്ലെങ്കിൽ അധ്വാനം വളരെ കുറച്ചിട്ട് വളരെ ബുദ്ധി സാമർഥ്യം കൊണ്ട് നേടിയെടുക്കാൻ കഴിവുള്ളവനാകാം ഇല്ലേ. മനുഷ്യരിലുള്ള ഈ എല്ലാ പ്രത്യേകതകളും
ഗ്രഹങ്ങളിലേക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളാണ് അവയ്ക്ക് ഓരോന്ന് കൊടുക്കുന്നത്, ഓരോ രീതിയിലേക്ക്. കാരണം ഇതിന് മുന്നേയും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പലയിടത്ത് സംസാരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അതിനെ നമ്മൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഭാവിയെ കാണുവാനുള്ള ഒരു ഉപകരണമായിട്ട് ഗ്രഹത്തിനെ എടുത്താൽ മതി. അതിൽ കൂടി നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ മനുഷ്യരുടെ എന്തെല്ലാം സ്വഭാവ വിശേഷങ്ങളുണ്ടോ, എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ, എന്തെല്ലാം തരത്തിലുള്ള സ്ഥാനമാനങ്ങളുണ്ടോ, ഇതെല്ലാം നമ്മൾ ഗ്രഹങ്ങളിലേക്കും ആരോപിച്ച് വെക്കുന്നുണ്ട്. അതുവഴിയാണ് നമ്മൾ പുതിയ കണ്ടെത്തലുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൽ സൂര്യൻ രാജാവാണ്, ചന്ദ്രൻ രാജ്ഞിയും സൂര്യൻ രാജാവുമാണ്. അപ്പോൾ രാജാവിനും രാജ്ഞിക്കും, അല്ലെങ്കിൽ സൂര്യൻ പിതൃകാരകൻ സൂര്യനും മാതൃകാരകൻ ചന്ദ്രനുമാണ്. അപ്പോൾ ഇവർക്ക് ഒരു കുടുംബത്തിൽ പിതാവിന് എത്ര പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെയാണ് സൂര്യന്റെ പ്രാധാന്യം. മാതാവ്, ഇപ്പം പിതാവും മാതാവും എന്ന് പറഞ്ഞാൽ ഈ രണ്ടും അതാതിൻ്റെതായിട്ടുള്ള തുല്യ പ്രാധാന്യമുള്ളവരാണ്. പിതാവിന് പകരം മാതാവാകാനോ അല്ലെങ്കിൽ അമ്മയ്ക്ക് പകരം നിൽക്കാനൊന്നും അച്ഛനെ കൊണ്ട് പറ്റില്ല. അച്ഛൻ്റെ റോളും പിന്നെ എക്സ്ട്രാ കുറച്ചും കൂടി ചെയ്യാമെന്നേ ഉള്ളൂ. അമ്മയ്ക്കും അമ്മയുടെ റോളും അച്ഛൻ്റേത് കുറച്ചും കൂടി ചെയ്യാമെന്നേ ഉള്ളൂ. ഒരാൾക്ക് മറ്റതിന് പകരമാവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങളിലുമുണ്ട് ഇത്തരം ചില കൽപ്പനകൾ. അപ്പോൾ സൂര്യന് പിതൃകാരകത്വമുണ്ട്, അതുപോലെ രാജകാരകത്വമുണ്ട്. സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവാണ്, ചന്ദ്രൻ രാജ്ഞിയുമാണ്. ഇങ്ങനെ അതേപോലെ ബാക്കി ഗ്രഹങ്ങൾക്കുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോഴത്തെ പ്രസക്തമായിട്ടുള്ള വിഷയം ഇതായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ സൂര്യനെ നമ്മൾ പല രീതിയിൽ നമ്മൾ കാലത്തെ കണക്കാക്കുന്നുണ്ട്. അതിൽ സൂര്യനെ വെച്ചിട്ടുണ്ട്, ചന്ദ്രനെ വെച്ചിട്ടുണ്ട്, വ്യാഴത്തെ വെച്ചിട്ടുണ്ട്, ശനിയെ വെച്ചിട്ടുണ്ട്. ഈ ഗ്രഹങ്ങളെയൊക്കെ വെച്ചിട്ട് നമ്മൾ കാലത്തെ കണക്കാക്കണ സമ്പ്രദായമുണ്ട്. കേരളത്തിൽ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ മാസങ്ങൾ കണക്കാക്കുന്നത്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.